ഏകദേശം ഒരു ഉച്ച സമയമായി നമ്മൾ നമ്മുടെ സൈറ്റിൽ എത്തിയപ്പോൾ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് സന്തോഷകരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് മരങ്ങളൊക്കെ പൂത്തു നിൽക്കുന്നു. നമ്മൾ വാളംപുളിയുടെ ചുവട്ടിൽ വെച്ച തേനീച്ചക്കൂടാണ്. ആ വാളംപുളി നന്നായിട്ട് പൂത്തിട്ടുണ്ട്. നന്നായിട്ട് പൂമ്പൊടിയും അതിനേക്കാൾ കൂടുതൽ നെക്ടറും കിട്ടുന്ന ഒരു വൃക്ഷമാണ് ഈ വാളംപുളി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പൂവിൽ നന്നായിട്ട് തേനുണ്ട്. അവരുടെ ആവശ്യത്തിന് അനുസരിച്ച് കിട്ടും. ചെറിയ ഒരു പുളിപ്പും നല്ല ലൈറ്റായിട്ടുള്ള മധുരവും ചേർന്നതാണ് ഈ വാളംപുളിയുടെ തേൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് കിട്ടത്തക്ക വിധം നിലവിൽ പൂത്തിട്ടില്ല. അപ്പം കുറച്ച് മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് പൂക്കുന്നത്. അപ്പം തേനീച്ചകൾക്ക് വേണ്ട ഭക്ഷണവും പൂമ്പൊടിയും അനുസരിച്ചുള്ള കാര്യങ്ങൾ കിട്ടുമെന്നല്ലാണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ മാത്രം കിട്ടില്ല. ഇതാണ് ആ വാളംപുളിയുടെ ഒരു കഷ്ണം, കണ്ടില്ലേ? ഓക്കെ, പല നാട്ടിലും ഉണ്ടാവും. ഇവിടെ ഈ സമയത്താണ് പൂക്കുന്നത്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ കൂടുകളും ചെക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിലെ അവസ്ഥ, പൂമ്പൊടിയും തേനൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ ഈച്ചകളൊക്കെ ഉണ്ട്. പക്ഷേ നന്നായിട്ടുള്ള ഹണി ഫ്ലോയുടെ സമയം ആയിട്ടില്ല. ഇനിയൊരു 15-20 ദിവസം എടുക്കും ഹണി ഫ്ലോ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സൺഫ്ലവറിൻ്റെ ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 6 ഏക്കറോളമുള്ള സൂര്യകാന്തി പാടങ്ങളുടെ ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഏകദേശം മൊട്ടിട്ടിട്ടുണ്ട്. സൺഫ്ലവറിൽ അടിപൊളിയായിട്ട് നല്ല ഒരു ഗോൾഡൻ യെല്ലോയിഷ് കളറുള്ള തേൻ കിട്ടും. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ എടുത്തതാണ്. സൂര്യകാന്തിയുടെ കാര്യം പറയുന്ന രസമാണ് കേട്ടോ. സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് അവർ പോകുന്നുള്ളതാണ്. രാത്രിയാകുമ്പോൾ പിന്നെയും പഴയ പോലെ വരും. നമ്മളൊരു കഴുത്ത് തിരിയുന്ന മാതിരി, റൈറ്റും ലെഫ്റ്റും തിരിയുന്ന മാതിരി ഈ സൂര്യകാന്തിയുടെ ആ ഒരു ഞെട്ടുണ്ടല്ലോ, അതിന് ഒരു 2 പൈപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിന് 2 വശവും തിരിയാൻ പറ്റും. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് ഒരുപാട് മരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂര്യകാന്തി പാടങ്ങൾ വിരിയാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വിരിഞ്ഞിട്ട് എത്രത്തോളം തേൻ കിട്ടും, ഒരു കൂട്ടിൽ നിന്ന് എത്ര കിലോ കിട്ടും, അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ വരും. അപ്പം സ്റ്റേ ട്യൂൺഡ്.